സോണിയുടെ സോണി എക്സ്പീരിയ 1 മാർക്ക് 7 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സോണി എക്സ്പീരിയ 1 മാർക്ക് 7 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ OLED പാനലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ LTPO എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റീഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ ബ്രാവിയുടെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ സാധാരണ ഫോണുകളിൽ പഞ്ചോൾ ഡിസൈനൊക്കെയാണ് കാണാറ്, പക്ഷേ ഈ ഒരു ഫോണിൽ അങ്ങനെയല്ല. മുകളിലും താഴെയും ചെറിയ ബെസൽസ് വരുന്നുണ്ട്. ആ ഒരു ബെസലിൻ്റെ ഉള്ളിലായിട്ടാണ് സെൽഫി ക്യാമറ വരുന്നത്. ആ പഞ്ചോൾ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 197 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.2 mm ആണ്. പിന്നെ IP68 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു IP റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ മോസ് ഗ്രീൻ, ഓർക്കിഡ് പർപ്പിൾ, അതുപോലെ തന്നെ സ്ലേറ്റ് ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8Elite എന്നുള്ള പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 12 GB റാമും 256 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ വരുന്നുണ്ട്. പൊതുവെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകളിൽ നമുക്ക് മെമ്മറി കാർഡ് സ്ലോട്ട് ലഭിക്കാറില്ല, പക്ഷേ ഇതിൽ വരുന്നുണ്ട്. അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ NFC സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഫോൺ വെട്ടനീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് VC കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ സൈഡിലായിട്ട് ഒരു 2 സ്റ്റേജ് ഷട്ടർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഷട്ടർ ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്യാമറ കൺട്രോൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വാക്ക്മാൻ്റെ കോമ്പണൻസ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 360 റിയാലിറ്റി ഓഡിയോയുടെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ഓഡിയോ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അവർ പല ഫീച്ചേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ 3.5 mm ഓഡിയോ ജാക്കും വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഓഡിയോ എക്സ്പീരിയൻസ് ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ആ ഒരു കാര്യത്തിൽ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. 4 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 6 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 48 മെഗാ പിക്സലിൻ്റെ f1.9 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് എക്സ്മോർ T സെൻസറാണ്. സെൻസർ സൈസ് വരുന്നത് 1/1.35 ഇഞ്ചാണ്. OSൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 48 മെഗാ പിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഈ ഒരു സെൻസർ തന്നെ മാക്രോ സെൻസറായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത് എക്സ്മോർ RS സെൻസറാണ്. സെൻസർ സൈസ് വരുന്നത് 1/1.56 ഇഞ്ചാണ്. പിന്നെ 12 മെഗാ പിക്സലിൻ്റെ എക്സ്മോർ RS സെൻസറിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസും ഇതിൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു ക്യാമറ പെർഫോമൻസും ഇതിൽ ലഭിക്കേണ്ടതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. Type C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ആവറേജ് ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 1499 യൂറോസ് എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 1,42,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. അത്യാവശ്യം കൂടിയൊരു പ്രൈസിങ്ങിൽ തന്നെയാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇപ്പം നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ക്യാമറ സെറ്റപ്പും അതുപോലെ തന്നെ നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പക്ഷേ വിലയും അതിനനുസരിച്ചിട്ട് അത്യാവശ്യം കൂടിയ പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് കുറവാണ്. കാരണം സോണി അവരുടെ ഫോണുകളുടെ ഓപ്പറേഷൻസ് ഇന്ത്യയിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഫോൺ മിക്കവാറും ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യില്ല, പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും.
എന്തായാലും സോണിയുടെ എക്സ്പീരിയ 1 മാർക്ക് 7 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സ്പെസിഫിക് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് എന്നൊക്കെ പറയാവുന്നതാണ്. ഇപ്പോൾ സോണിയുടെ ക്യാമറയും അതുപോലെ തന്നെ നല്ലൊരു ഓഡിയോ ക്വാളിറ്റിയും 3.5 ഓഡിയോ ജാക്കും മെമ്മറി കാർഡ് സ്ലോട്ടൊക്കെ വേണ്ടവരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോണാണ് എന്ന് പറയാവുന്നതാണ്. അപ്പം ഈ ഒരു ഫോണിൻ്റെ ഓഡിയൻസ് വളരെ നിഷായിട്ടുള്ള ഒരു ഓഡിയൻസ് ആയിരിക്കും. അപ്പം ലോയൽ ഫാൻസ് ആയിരിക്കും ഈ ഒരു ഫോൺ സെലക്ട് ചെയ്യാൻ ചാൻസ്. എന്തായാലും വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ വിലയും അത്യാവശ്യം നല്ലോണം ഉണ്ട്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.